പോലീസിനെതിരായ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ ശ്രീലേഖയുടെ വിവാദ മുദ്രാവാക്യം വിളിയെ ന്യായീകരിച്ച് മേയർ വി രാജേഷ്. ശ്രീലേഖ സർവീസിൽ ഉള്ളപ്പോഴും ക്രിമിനൽ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് വി രാജേഷ് 24-നോട് പറഞ്ഞു. കോർപ്പറേഷൻ പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കിയത് LDF ആണെന്നും നഗരപ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കിട്ടാത്തതിന് കാരണം പണ്ട് സ്ഥാപിച്ച പൈപ്പുകൾക്ക് നിലവാരമില്ലാത്തതിനാലാണെന്നും വി രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതിയ BJP ഭരണസമിതി അധികാരത്തിലേറിയത് മുതൽ തുടങ്ങിയതാണ് തിരുവനന്തപുരത്തെ നേമം നിയോജകമണ്ഡലത്തിലെ MLA വി ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ പുതിയ ഭരണസമിതിയും തമ്മിലുള്ള വാക്പോര് അതിങ്ങനെ രൂക്ഷമായി തുടരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി ചില ആരോപണങ്ങൾ പുതിയ ഭരണസമിതിയെക്കുറിച്ചും മേയറെക്കുറിച്ചും ഒക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മേയർ വി രാജേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ തിരുവനന്തപുരം നഗരസഭയെക്കുറിച്ച് ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ വലിയ വിഷമമാണെന്നാണ് മുൻ മേയർ കൂടിയായിട്ടുള്ള വി ശിവൻകുട്ടി പറഞ്ഞത്. എന്താണ് അങ്ങയുടെ അതിൽ പ്രതികരണം? അദ്ദേഹത്തിൻ്റെ പിൻഗാമികളൊക്കെ തന്നെയാണ് ഈ അവസ്ഥയിലാക്കി മാറ്റിയത്. ഞങ്ങളതിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാനുള്ള ഭഗീരഥ പ്രയത്നമാണ്. ഇപ്പോൾ രാത്രി 8:15 മണിയായി. ഞാൻ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്ന ചില ഫയലുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻ ഭരണസമിതിയൊക്കെ ചെയ്ത ചില ഫയലുകൾ പരിശോധിക്കുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ഒരു ജനാധിപത്യ സ്ഥാപനത്തിൽ നടക്കുമോ എന്നുള്ള അത്ഭുതങ്ങൾ തോന്നുകയാണ്. ഇത് കോർപ്പറേഷനിലെ ഭരണം LDFൻ്റെ ഭരണം പോയി എന്ന് വിശ്വസിക്കാത്ത ഒരു 5-6 നേതാക്കന്മാരുണ്ട്. അതിലൊരാളാണ് അദ്ദേഹം. മേയർ ഇതിൽ ഈ ഭരണസമിതി, മാലിന്യ സംസ്കരണം, അങ്ങനെ പല വിഷയങ്ങൾക്കും അപ്പുറം മേയർ എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ളൊരു വിമർശനം അങ്ങേക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. വളരെ കനപ്പെട്ടൊരു വിമർശനമാണത്. അതിനെങ്ങനെയാണ് അങ്ങ് നോക്കി കാണുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം കസേരയാണ്. ഞാൻ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, ഇത് ഇപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചു എന്താണ് ഇദ്ദേഹത്തിന് ഇത്രയും പ്രശ്നം. അപ്പോൾ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട, നന്നായിട്ട് യോഗ ചെയ്താൽ അത് മാറാറുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറിക്കോളും. ജല അതോറിറ്റിയിലെ വെള്ളം വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പറയുന്നത് കുറച്ച് ഗൗരവമുള്ള വിമർശനങ്ങളാണത്. കാരണം ഈ ആറ്റുകാൽ ഭാഗത്തെ പുത്തൻകോട്ട അതുപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും വെള്ളത്തിന് വലിയ ദൗർലഭ്യം നേരിടുന്നു എന്നാണ് പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. അതിൽ കോർപ്പറേഷൻ ഇടപെടൽ ഒരുപക്ഷെ എത്താത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. അതായത് പ്രതിസന്ധി, കുടിവെള്ള പ്രശ്നത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടാകുന്നത് നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യണം. ഇപ്പോൾ ഞാൻ എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് ഒരു ചർച്ചയായിട്ട് വരേണ്ടതാണ്. 1000 ലിറ്റർ വെള്ളം അരുവിക്കരയിൽ നിന്ന് ഒഴുക്കിയാൽ 600 ലിറ്ററേ തിരുവനന്തപുരത്ത് എത്തുന്നുള്ളൂ. 400 ലിറ്റർ ലീക്കാവുകയാണ്. അപ്പോൾ ഈ ലീക്കാവുന്നതിൻ്റെ യഥാർത്ഥ പ്രശ്നം പണ്ട് ഭൂമിക്കടിയിലിട്ട പൈപ്പ് മതിയായ ക്വാളിറ്റിയുള്ള പൈപ്പല്ല. ഈ ആരൊക്കെ കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട്, അന്ന് ഭരിച്ചിരുന്ന LDF ആണോ UDF ആണോ എന്നറിയില്ല, ആരായാലും കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്ത പൈപ്പ് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടു. അതിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ ആ പൈപ്പിലൂടെ ലീക്ക് തുടങ്ങി. ഇതിപ്പോൾ സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ മീറ്റിങ്ങിൽ നിന്നും ആ ഉദ്യോഗസ്ഥന്മാർ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ അറിവ് മേയർ എന്നുള്ള നിലയ്ക്ക് ഔദ്യോഗികമായിട്ട് കിട്ടിയ വിവരമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ അരുവിക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള പൈപ്പിലുണ്ടാകുന്ന ലീക്കേജാണ് ഈ യഥാർത്ഥ പ്രശ്നം. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായി ഈ ലീക്കേജ് മാറ്റാനോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ തീർക്കാനോ ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഗവൺമെൻറ് എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? കഴിഞ്ഞ 18 മാസമായി വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്ത കോൺട്രാക്ടർമാർക്ക് പണം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവരൊക്കെ തന്നെ പുതിയ അറ്റകുറ്റപ്പണികൾ ഏറ്റെടുക്കുന്നില്ല. വാട്ടർ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ആ വകുപ്പും വമ്പൻ പരാജയമായതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കും. മേയർ അങ്ങയുടെ ഭരണസമിതിയിലെ അംഗമാണ്. തിരുവനന്തപുരത്തെ ജില്ലയിലെ പ്രധാന BJP മുഖമായി ഉയർത്തി കാണിക്കുന്ന ഒരു നേതാവൊക്കെയാണ് ആർ ശ്രീലേഖ. ശ്രീലേഖയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു BJP തന്നെ നടത്തിയ ഒരു പ്രതിഷേധത്തിനിടെയാണ് പോടാ പുല്ലിയ പോലീസെ എന്നൊരു മുദ്രാവാക്യം ഉണ്ടായത്. അവരിരുന്ന പദവിക്ക് യോജിച്ചതല്ല മുദ്രാവാക്യം എന്നുള്ള തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വലിയ ചർച്ച വരുന്നുണ്ട്. എന്താണ് BJPയുടെയും മേയറുടെയും ആ വിഷയത്തിൽ? അല്ല, ശ്രീലേഖ ചേച്ചി പറഞ്ഞല്ലോ, അവർ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിച്ചിരുന്നപ്പോഴും ഇത്തരത്തിലുള്ള പോലീസുകാരോട് അവർ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ തരത്തിൽ പ്രവർത്തിച്ചാൽ ജനങ്ങൾ ബഹുമാനിക്കും. പോലീസ് ഗുണ്ടകളായിട്ട് പ്രവർത്തിച്ചാൽ ജനങ്ങൾ ഇതുപോലെ പ്രതികരിക്കും. സ്വാഭാവികമാണത്. ഈ മുദ്രാവാക്യം കേരളത്തിൽ ആദ്യമൊന്നുമല്ലോ വിളിക്കുന്നത്, ആദ്യമായിട്ടാണ് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് ആണോ? ആ പോലീസ് അസോസിയേഷൻ്റെ ബിജു ഒക്കെ പറയുന്നതായിട്ട് അതൊന്നും ആദ്യമായിട്ടാണ് കേരളത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത്. അവർ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ ഈ ചാനലുകളൊക്കെ തന്നെ മ്യൂട്ട് ചെയ്തേ കളിപ്പിക്കാറുള്ളൂ, പലരും വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം. അപ്പോൾ ഇതൊക്കെ തന്നെ സമൂഹത്തിൽ വിളിക്കുന്നതാണ്. പോലീസ് നിലയ്ക്ക് നിന്നായാൽ പ്രശ്നമൊക്കെ മാറും. അവിടെ വട്ടിയൂർക്കാവിലൊരു CA ഉണ്ടല്ലോ, ഒരു ക്രിമിനൽ മനസ്സുള്ള അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ മാറും. അപ്പോൾ മന്ത്രി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ദീർഘകാലം കോർപ്പറേഷൻ കയ്യിലിരുന്ന നഷ്ടപ്പെട്ടുകൊണ്ടുള്ള നഷ്ടബോധവും പരിഭ്രാന്തിയുമാണെന്നാണ് കോർപ്പറേഷൻ മേയർ വി രാജേഷ് പറയുന്നത്. ക്യാമറമാൻ മനീഷിനൊപ്പം അജ്മൽ ദിയാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.